ഹലോ ടാരറ്റ് ലവേഴ്സ്, എല്ലാവർക്കും റോസ് ടാരോട്ട് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റീഡിംഗ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരിക്കുന്ന കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ സോൾവ് ആവാൻ പോകുന്നു. അപ്പോൾ നമ്മളിവിടെ കാർഡ്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ സോൾവ് ആകാൻ പോകുന്നതെന്ന് പറയുമ്പോൾ കൂടുതലും ഇതിൽ വന്നിരിക്കുന്നത് മാരീഡ് കപ്പിൾ, ഓക്കെ, അല്ലെങ്കിൽ ഇനി കല്യാണം കഴിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാർ, അങ്ങനെയുള്ളവരുടെ എനർജിയാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് വളരെയധികം ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു സിറ്റുവേഷനിലൂടെ ആയിരിക്കും നിങ്ങൾ കടന്നു പോയിട്ടുണ്ടാകുന്നത്. അതായത് വളരെയധികം പൈസയ്ക്ക് വേണ്ടി ബുദ്ധിമുട്ടിക്കൊണ്ടിരുന്ന ഒരു ടൈമായിരിക്കാം നിങ്ങളുടേത്. അതായത് ഒരു ജോലി ശരിയാവുന്നുണ്ടാവില്ലായിരിക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ കടം കൊടുത്ത പൈസ കിട്ടാതിരിക്കുക, അല്ലെങ്കിൽ മറ്റുള്ളവർ പറ്റിച്ചു കൊണ്ടുപോവുക. അത് നിങ്ങളെയോ നിങ്ങളുടെ അടുത്തോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ അടുത്തോ ആയിരിക്കാം അത് നടന്നിട്ടുണ്ടാവുക. അപ്പോൾ അതിനെ ചൊല്ലിയുള്ള തർക്കങ്ങൾ, പിന്നെ അതേപോലെ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിനെ തകർക്കുന്ന രീതിയിൽ കുറേ കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. ഓക്കെ, അതായത് മറ്റുള്ളവരിൽ നിന്നും, അതായത് ഏറ്റവും പ്രിയപ്പെട്ടവരിൽ നിന്നും കുറേ കേൾക്കേണ്ടി വന്നിട്ടുണ്ടാവാം നിങ്ങൾ. അതായത് അവർ വളരെ തള്ളിപ്പറയുന്ന രീതിയിലോട്ട് വരെ സിറ്റുവേഷൻസ് പോയിട്ടുണ്ടാവാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഒറ്റപ്പെട്ട ഒരു ഫീലിലായിരിക്കാം നിങ്ങളിപ്പോൾ നിൽക്കുന്നുണ്ടാവുക. അപ്പോൾ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ ഇപ്പോൾ വർക്കാവുന്നുണ്ട് എന്നാണ് ഇവിടെ നമ്മുടെ കാർഡ്സ് കാണിക്കുന്നത്. അതായത് നിങ്ങൾ ആഗ്രഹിച്ചത് എങ്ങനെയാണോ, അതായത് ഈ വ്യക്തിയോടൊപ്പം എത്രത്തോളം നന്നായിട്ട് ജീവിക്കാൻ സാധിക്കുമോ, അതൊക്കെയാണ് നിങ്ങൾ ഇതുവരേക്കും ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ മാനിഫെസ്റ്റേഷനാണ്. ഓക്കെ, നിങ്ങളത് മാനിഫെസ്റ്റേഷനിലൂടെ അത് നേടിയെടുക്കാനായിട്ട് പോകുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങളത് ചെയ്തിരുന്നു, മാനിഫെസ്റ്റേഷൻ ചെയ്തിരുന്നു. അതായത് നിങ്ങളുടെ ഈ ഒരു ഡിഫിക്കൽട്ടായിട്ടുള്ള ഈ ഒരു സിറ്റുവേഷനിലും നിങ്ങൾ അത് നിങ്ങളുടെ പ്രതീക്ഷ കൈവിടാതെ നിങ്ങൾ ദൈവത്തിൽ ഉറച്ചു നിന്നു എന്ന് തന്നെയാണ്. അപ്പോൾ ഇനി ഇതിനെക്കുറിച്ച് പേടിക്കേണ്ട ആവശ്യമില്ല എന്ന് തന്നെയാണ് പറയാനുള്ളത്. അപ്പോൾ പൈസേനെ ചൊല്ലിയായിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അടി ഉണ്ടായിട്ട് ഇരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് മാറി ഒരു ഹാപ്പിനെസ് എന്നുള്ള രീതിയിലേക്ക് മാറുവാനായിട്ട് പോകുന്നു. പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ നിങ്ങളുടെ പാർട്ട്ണർ ഇപ്പോൾ അവരുടെ മദറായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ഏറ്റവും അടുത്ത സുഹൃത്തോ അങ്ങനെ വല്ലതും ആയിരിക്കാം. അതായത് ഒരു തേർഡ് പാർട്ടി. ഓക്കെ, ഇത് വെറുതെ പറയുന്നതല്ല. അവരിൽ നിന്നും വളരെയധികം മാനിപ്പുലേഷൻ കാര്യങ്ങളൊക്കെ ഈ വ്യക്തിക്ക് കിട്ടിയിട്ടുണ്ട്. അതായത് ഈ വ്യക്തി അവരിൽ മാനിപ്പുലേറ്റഡ് ആയിട്ട് പോയിട്ടുണ്ട്. അതായത് അവർ പറയുന്ന കാര്യങ്ങളാണ് എല്ലാം ശരി, നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ തെറ്റാണ് എന്നുള്ള രീതിയിൽ വരുത്തി തീർക്കുന്ന രീതിയിലുള്ള സാഹചര്യങ്ങൾ നിങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനെ ചൊല്ലിയും കുറേ തർക്കങ്ങൾ നിങ്ങളുടെ ഇടയിൽ ഉണ്ടായിട്ടുണ്ട്. അതായത് ആ പേഴ്സൺ ബെറ്ററാണ് നിങ്ങളെക്കാളും, നിങ്ങളാണെങ്കിൽ ഒട്ടും വേർത്തിയല്ല എന്നുള്ള രീതിയിലോട്ട് കോൺവെർസേഷൻ നിങ്ങൾക്കിടയിൽ പോയിട്ടുണ്ടാവാം. ഓക്കെ, അപ്പോൾ നിങ്ങളാണെങ്കിൽ ചിലപ്പോൾ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തി ആയിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ചെയ്യുന്ന ഒരു ജോലി നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവാം. അപ്പോൾ ആ ഒരു ജോലി നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടാവും ചിലപ്പോൾ. അതായത് നിങ്ങളുടെ ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാർമാറ്റിക് സിറ്റുവേഷൻ തന്നെയാണ്. ഓക്കെ, അപ്പോൾ അത് അങ്ങനെ വരുള്ളൂ. അതിപ്പോൾ നമ്മൾ എത്ര പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിലും അതിൻ്റെ കാഠിന്യം കുറയുമെങ്കിൽ പോലും ആ ഒരു സാഹചര്യം നമ്മൾ അനുഭവിക്കേണ്ടതുള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ കാഠിന്യം കുറയും. ഓക്കെ, നിങ്ങൾ മര്യാദയ്ക്കാണ്, അതായത് വളരെ ആത്മാർത്ഥമായാണ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു നെഗറ്റീവ് എനർജിയുടെ ആ ഒരു ഇത് കുറയോടെ. പക്ഷേ അത് പൂർണ്ണമായിട്ട് മാറിപ്പോകില്ല. കാരണം അതിലൂടെ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതായത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെക്കുറിച്ചും സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഫാമിലിയെക്കുറിച്ചും അവരുടെ ഫ്രണ്ട്സിനെക്കുറിച്ചും നിങ്ങളുടെ ചുറ്റുപാടുമുള്ള ആൾക്കാരെക്കുറിച്ചും നിങ്ങളെ സ്നേഹിച്ച് പുറകിൽ നിന്ന് കുത്തിയവരെക്കുറിച്ചും എല്ലാം നിങ്ങൾ പഠിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് വന്നത്. അപ്പോൾ അത് ഒരു നന്മയ്ക്കായി മാത്രം കണ്ടുകൊണ്ട് മുന്നോട്ട് പോവുക. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ ഒരു ഹിന്ദു ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കാളീദേവീനെയൊക്കെ പ്രാർത്ഥിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ കാളീദേവീനെയൊക്കെ പ്രാർത്ഥിക്കാനായിട്ട് ശ്രമിക്കുക.
അപ്പോൾ അങ്ങനെ പറഞ്ഞ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ്റെ കാഠിന്യം കുറയാനാണ്. പക്ഷേ നിങ്ങൾക്ക് ഇതിൽ നിന്നും കുറേ പാഠങ്ങൾ പഠിക്കാനുണ്ടായിരുന്നു എന്ന് തന്നെയാണ് ഇവിടെ നമ്മളോട് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾ ഒരിക്കലും ഒരു കാര്യം നിങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടില്ല. ഓക്കെ, നിങ്ങളെപ്പോഴും ഒന്നില്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറിനെ സന്തോഷിപ്പിക്കാൻ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവാം. ചുറ്റുപാടുള്ളവരുടെ കാര്യങ്ങൾ നിങ്ങൾ നോക്കിയിട്ടുണ്ടാവാം. നിങ്ങളുടെ കാര്യം നിങ്ങൾ നോക്കിയിട്ടുണ്ടാവില്ലായിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് എന്തായാലും ഒരു കുഴപ്പമില്ല എന്നുള്ള രീതിയിലായിരിക്കും നിങ്ങൾ ഇത്രയും കാലം നടന്നിരുന്നത്. പക്ഷെ അങ്ങനെയല്ല വേണ്ടത്. നിങ്ങൾ നിങ്ങളെയും നോക്കണം. ഓക്കെ, നിങ്ങൾ നിങ്ങളെയും നോക്കുമ്പോഴാണ് ചുറ്റുപാടുള്ള ആൾക്കാർ നിങ്ങളെയും നോക്കുകയുള്ളൂ. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളുടെ പാർട്ട്ണർ ഇപ്പോഴത്തെ ഒരു സാഹചര്യം നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറിന് നിങ്ങളുടെ അടുത്തേക്ക് വരണം എന്നുണ്ട്. പക്ഷെ അവരുടെ മൈൻഡിൽ അത് സമ്മതിക്കുന്നില്ല. ഒരു ഈഗോ പോലെയാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾ പേടിക്കേണ്ട. ആ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് തനിയെ വന്നോളും. ഓക്കെ, നിങ്ങൾ ഇപ്പോൾ പ്രാർത്ഥനയിലൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ നല്ലൊരു ഗുഡ് റിലേഷൻഷിപ്പ് ലീഡ് ചെയ്യാനായിട്ട്, അതായത് അത് മുന്നോട്ട് വളരെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കണം എന്നുള്ള രീതിയിലൊക്കെ നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇപ്പോൾ ക്രിസ്ത്യൻസൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും പള്ളിയിലൊക്കെ പോവുക, നിങ്ങളുടേതായ രീതിയിൽ പ്രാർത്ഥിക്കുക. ഓക്കെ, എല്ലാവരും നന്നായിട്ട് പ്രാർത്ഥിക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഈ വ്യക്തിയുടെ ഇപ്പോഴത്തെ സാഹചര്യം നോക്കുകയാണെങ്കിൽ, അതായത് നിങ്ങളുടെ പാർട്ട്ണറിൻ്റെ സാഹചര്യം നോക്കുകയാണെങ്കിൽ, ഇവരുടെ വീട്ടിലെ ഒരാൾ ഈ വ്യക്തിയെ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്നും നിങ്ങളായിട്ടുള്ള ഒരു കണക്ഷനൊക്കെ വിടിയിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഈ വ്യക്തിക്കും ഈ ഒരു കാര്യത്തെക്കുറിച്ച് പഠിക്കാനുണ്ട്. ഓക്കെ, നിങ്ങൾ ഈ വ്യക്തിയും ഒരേ പാതയിൽ തന്നെയാണ് പോകുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ നിങ്ങൾ രണ്ടാളും കണ്ടുമുട്ടുന്ന ഒരു സാഹചര്യം വീണ്ടും വരുവാൻ പോകുന്നുണ്ട്. അതായത് കണ്ടുമുട്ടാൻ പോകുന്ന സാഹചര്യം എന്ന് പറയുന്നത് തല്ലു പിടിക്കാനോ അല്ലെങ്കിൽ വേറെ കാര്യങ്ങൾ പറയാനോ ഒന്നും ആയിരിക്കില്ല. മുന്നോട്ട് ഒരു ജീവിതം, അതായത് മുന്നോട്ട് നന്നായിട്ട് ജീവിക്കാനുള്ളത് പ്ലാൻ ചെയ്യാൻ പോകുന്നു. അതായത് ഒരു എൻഗേജ്മെൻറ്റ് നടത്തി വയ്ക്കാൻ പോകുന്നു. അങ്ങനെയുള്ള രീതിയിലോട്ടായിരിക്കും നിങ്ങളുടെ റിലേഷൻഷിപ്പിന് പോകാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു കാർമാറ്റിക് സിറ്റുവേഷൻ മാറുന്നതോടുകൂടി ഈ വ്യക്തി നിങ്ങളിലേക്ക് പഴയതുപോലെ, അതായത് നിങ്ങളെങ്ങനെയാണോ ആദ്യമൊക്കെ സ്നേഹിച്ചുകൊണ്ടിരുന്നത് അതിൽക്കും മേലെയായിട്ട് ഈ വ്യക്തി നിങ്ങളെ സ്നേഹിക്കാനായിട്ട് പോകുന്നു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ മാനിഫെസ്റ്റേഷൻ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും ഇപ്പോൾ വർക്കാകും. ഓക്കെ, നിങ്ങൾക്ക് ഏത് ദൈവമാണോ നിങ്ങളെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് ആ ദൈവത്തെ നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിക്കുക. ഒപ്പം നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ ഒരു ബുക്കിൽ എഴുതുക. ഈ വ്യക്തിയുമായിട്ട് ജീവിക്കണം, മാരേജ് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒരു ബുക്കിൽ എഴുതുക. ഓക്കെ, അതായത് നല്ല പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ബുക്കിൽ എഴുതാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ചുറ്റിലുള്ളവർ കുറേ നിങ്ങളെ താഴ്ത്താനും ഒക്കെ നിങ്ങൾ ശ്രമിക്കും. ബട്ട് അതിലൊന്നും നിങ്ങൾ തളർന്നു പോകാതെ ഇരിക്കുക. ഒന്നിനെക്കുറിച്ചും ഇങ്ങനെ ഓർത്ത് ഭയങ്കര വെറീഡൊന്നും ആവണ്ട. എല്ലാം നിങ്ങളുടെ ട്രാക്കിലേക്ക് തന്നെ, എല്ലാം ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ട്രാക്കിലേക്ക് തന്നെ എത്തിക്കോളും. ഓക്കെ, അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നന്നായിട്ട് പ്രാർത്ഥിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയുള്ള റീഡിങ്. താങ്ക് യു.